Hi students, welcome to EasyLearn 365 Business Regulation classes. Hope you remember the last session on void agreements. Those who haven't watched those session, I will put the link of the class in the description box. You can watch and come back to this session. നമ്മൾ വോയിഡ് എഗ്രിമെന്റ്സിന്റെ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തു. 12 തരത്തിലുള്ള വോയിഡ് എഗ്രിമെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ ഇത്തരം പോയിന്റുകളാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞതുപോലെ അവസാനത്തെ 4 പോയിന്റുകളെ സംബന്ധിച്ച് വിശദമായി നമുക്ക് പഠിക്കാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും എഗ്രിമെന്റ്, ദ മീനിങ് വിച്ച് ഇസ് നോട്ട് സർട്ടൻ, agreement by way of wager, agreement contingent on impossible event, agreement to do things legal and also other things illegal. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദമായി പരിശോധിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായും ബൈ വേ ഓഫ് വേജർ എന്നുള്ളതായ എഗ്രിമെന്റുകളെ സംബന്ധിച്ചുള്ളതാണ് നമ്മൾ വിശദമായി ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്ന്, അൺസർട്ടൺ എഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ 29 അതിനെ സംബന്ധിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. Agreements, the meaning of which is not certain or capable of being made certain are void. നമുക്ക് കൃത്യമായി നിശ്ചയിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സെർട്ടനിറ്റി ഇല്ലാത്ത, ഒരു റിജിഡിറ്റി ഇല്ലാത്ത, ഒരു കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത ഇല്ലാത്ത ഒരു കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എഗ്രിമെന്റ് വിച്ച് ആർ അൺസർട്ടൺ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് എഗ്രീസ് ടു സെൽ 100 kgs ഓഫ് ഓയിൽ എന്ന് പറയുന്നു. അവിടെ നമുക്ക് 2-3 കാര്യങ്ങളിൽ പ്രോബ്ലം ഉണ്ട്. ഒന്ന്, അവിടെ അതിന്റെ കൺസിഡറേഷനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഓയിൽ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ഓയിലുകളുണ്ട്. അതിലേത് ഓയിലാണ്, ഏത് ക്വാളിറ്റിയുള്ള ഓയിലാണ്, എന്നാണ് അത് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായി ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ല. വളരെ വേഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മറ്റൊന്ന്, എക്സ് എഗ്രീസ് ടു സെൽ വൺ ഓഫ് ഹിസ് കാർ ഫോർ ₹5 lakh ഓർ 6 lakh. അവിടെ കൺസിഡറേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രോബ്ലം എന്ന് പറയുന്നത് കൺസിഡറേഷൻ സർട്ടൺ അല്ല. 5 ലക്ഷമോ 6 ലക്ഷമോ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് സർട്ടൺ. എത്രയാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, സെൽ വൺ ഓഫ് ഹിസ് കാർ എന്നാണ്. അദ്ദേഹത്തിന് പലതരം കാറുകളുണ്ട്, പക്ഷെ അതിലേതെങ്കിലും ഒന്നാണ് അദ്ദേഹം കൊടുക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷെ ഏത് കാറാണ് എന്ന് വ്യക്തമായി കോൺട്രാക്റ്റിൽ പറയുന്നില്ല. അപ്പോൾ അവിടെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളും വിൽക്കാൻ ഉദ്ദേശിക്കുന്നയാളും ഏത് ഒബ്ജക്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നതിൽ ചിലപ്പോൾ ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എഗ്രിമെന്റ് ഒരു സെർട്ടനിറ്റി ഉള്ള എഗ്രിമെന്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല. പകരം അവിടെ ഇന്ന കാർ എന്നും അതുപോലെ ഇത്ര രൂപയെന്നും ഒക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ സെർട്ടനിറ്റി, നമുക്ക് ക്ലാരിറ്റി എഗ്രിമെന്റിലുണ്ട് എന്ന് പറയാമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വോയിഡ് എഗ്രിമെന്റ് ആയിട്ട് നാം കൺസിഡർ ചെയ്യുന്നു എന്നാണ് സെക്ഷൻ 29 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി അടുത്തതായി നാം നോക്കുന്നത് വേജറിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് വേജറിംഗ് എഗ്രിമെന്റ്? വാട്ട് വിൽ ബി ദ effect or consequence of wagering agreement എന്നുള്ളത് നമുക്ക് നോക്കാം. According to section 20, agreement by way of wager are void and no suit shall be brought for recovering anything alleged to be won on any wager or entrusted to any person to abide the result of any game or other uncertain event on which may wager is made. വേജർ കോൺട്രാക്റ്റുകളെ കൃത്യമായി തന്നെ വോയിഡ് എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു. അതിൽ കൂടി ലഭിക്കേണ്ടുന്ന നമുക്ക് ലഭിക്കുന്ന കൺസിഡറേഷൻ ലഭിക്കുന്നതിന് ഒരു തരത്തിലുള്ള നിയമസഹായവും ഉണ്ടായിരിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് നിയമത്തിൽ പറയുന്നു. എന്താണ് വേജറിംഗ് എഗ്രിമെന്റ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. A wagering agreement is one by which two persons professing to hold opposite views touching the issue of a future uncertain event mutually agrees that, dependent upon the determination of that event, one shall win from other and the other shall pay or hand over to him a sum of money or other stake
neither of the contracting parties have any other interest in that contract. ഇവിടെ വിശദമായിട്ട് പറയുന്നു, ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എങ്കിലും വളരെ കൃത്യമായി വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഭാവിയിലുള്ള ഒരു അൺസർട്ടൺ ഇവന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ ഏർപ്പെടുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വേജർ കോൺട്രാക്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു മത്സരം, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള സ്കില്ല് ഉപയോഗിക്കാതെ, നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാതെ മറ്റുള്ളവർ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അതിൻ്റെ വിന്നിങ് ലൂസിങ് പ്രോബബിലിറ്റി അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വേൾഡ് കപ്പ് നടക്കുന്ന സാഹചര്യം, അത് ക്രിക്കറ്റ് വേൾഡ് കപ്പോ അല്ലെങ്കിൽ ഫുട്ബോളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്പോർട്സ് ഇവന്റോ ആകാം. ആ ഒരു ഇവന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇലക്ഷൻ നടക്കുന്നു, ആ ഇലക്ഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊക്കെ നമുക്ക് ഇത്തരം വേജർ എഗ്രിമെന്റ്സുകളിൽ ഏർപ്പെടാൻ കഴിയും. അവിടെ ഒന്നും നമ്മളുടേതായ സ്കില്ലോ നമ്മളുടേതായ എഫേർട്ട് കൊണ്ടോ അല്ല അവിടെ ഒന്നും നടക്കുന്നത്, നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുമില്ല. പക്ഷെ നമ്മളവിടെ അതിൻ്റെ വിന്നിങ് ലൂസിങ് പ്രോബബിലിറ്റി അടിസ്ഥാനപ്പെടുത്തി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഇന്ന രാജ്യം ജയിക്കും, ഇന്ന ടീം ജയിക്കും, ഇന്ന വ്യക്തി ജയിക്കും എന്ന അടിസ്ഥാനത്തിൽ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് മറ്റൊരു വ്യക്തിയുമായിട്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ജയിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ കൺസിഡറേഷൻ ലഭിക്കും. നമ്മളുടെ ഒപ്പോണൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ജയിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് നാം കൺസിഡറേഷൻ കൊടുക്കേണ്ടി വരും. ഇതാണ് ആ കോൺട്രാക്റ്റിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടെ ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകളാണ് വേജറിങ് എഗ്രിമെന്റുകൾ എന്ന് പറയുന്നത്. ഇതിന് ഒരു കാരണവശാലും നിയമപരമായിട്ട് ഗവൺമെന്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം അവിടെ ഒരു തരത്തിലും കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന്റെ സ്കില്ലോ അല്ലെങ്കിൽ അവരുടെ എഫേർട്ടുകളോ ഒന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. പ്യുവർലി കണ്ടിജന്റ് ആയിട്ടുള്ള, അൺസർട്ടൺ ആയിട്ടുള്ള ഫ്യൂച്ചർ ഇവന്റിനെ അടിസ്ഥാനപ്പെടുത്തി, മറ്റുള്ളവരുടെ എഫേർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. അപ്പൊ അതിന് ഒരു തരത്തിലുള്ള നിയമപ്രാബല്യവും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു എഗ്രിമെന്റ് എങ്ങനെയാണ് ഒരു വേജർ എഗ്രിമെന്റ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്താണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിനെ വീക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് നോക്കാം. ഒന്ന്, അവിടെ ഒരു അൺസർട്ടൺ ഇവന്റ് ഉണ്ടായിരിക്കണം. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കൃത്യതയോടെ നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരിക്കണം. ഫോർ എക്സാമ്പിൾ, വേൾഡ് കപ്പിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്, ഫൈനൽ വിക്ടറി ആർക്കാണെന്ന് നമുക്കറിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അതിനെ അൺസർട്ടൺ ഇവന്റ് എന്ന് വിളിക്കാൻ കഴിയും. മറ്റൊന്ന്, മ്യൂച്വൽ ചാൻസസ് ഓഫ് ഗെയിൻ ആൻഡ് ലൂസ്. രണ്ടു പേർക്കും ഒരുപോലെ ജയിക്കുന്നതിനും തോൽക്കുന്നതിനുമുള്ള സാഹചര്യം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവിടെ മ്യൂച്വൽ ചാൻസസ് ഉണ്ടാവുന്നുള്ളൂ. വളരെ വ്യക്തമായിട്ട് എവിഡൻ്റ് ആയിട്ട് ഒരു ടീമിന് ജയിക്കാൻ കഴിയുന്നുവെങ്കിൽ അവിടെ ഒരു മ്യൂച്വൽ ചാൻസസ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനിൽ, ടൈറ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റായി മാറുന്നുവെങ്കിലാണ് നമുക്കവിടെ മ്യൂച്വൽ ചാൻസസ് എന്ന് പറയാൻ കഴിയുള്ളൂ. മൂന്ന്, നെയ്തർ പാർട്ടീസ് കൺട്രോൾ ഓവർ ദി ഇവന്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് അതിന്മേൽ, അതിൻ്റെ വിക്ടറിയിന്മേൽ അല്ലെങ്കിൽ വിന്നിങ് ലൂസിങ് പ്രോബബിലിറ്റിയിന്മേൽ യാതൊരു തരത്തിലുള്ള കൺട്രോളുമില്ല. അവർക്ക് നിശ്ചയിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാനോ സാധിക്കാത്ത ഒരു ഫ്യൂച്ചർ ഇവന്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ യാതൊരു ഇൻവോൾവ്മെന്റും അതിലില്ല എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. മറ്റൊന്ന്, നോ അതർ ഇൻട്രസ്റ്റ് ഇൻ ദ ഇവന്റ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇവന്റ് നടക്കുന്നതിൽ, ഒരു സ്പോർട്സ് ആണെങ്കിലും ഒരു ഇലക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും, അവരെ സംബന്ധിച്ച് മറ്റ് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഗ്രിമെന്റിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഇതിൽ നിന്നും ഒരു നേട്ടമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടമുണ്ടാക്കുക എന്നതിലുപരിയായി ഈ പ്രത്യേക ഗെയിമിനോടോ അല്ലെങ്കിൽ ഒരു ഇവന്റിനോടോ വേറെ ഒരു തരത്തിലുള്ള ഒരു അട്രാക്ഷനോ ഒരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ അഫെക്ഷനോ അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയുക, മണി മേക്കിംഗ് ഇവന്റ് മാത്രമായിട്ടാണ് മാറുന്നത്. മറ്റൊന്ന്, പ്രോമിസ് ടു പേ മണി ഓർ മണീസ് വർത്ത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ആരാണോ ജയിക്കുന്നത് അയാൾക്ക് മണി അല്ലെങ്കിൽ മണീസ് വർത്ത് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കും, കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കും എന്ന ഒരു കണ്ടീഷൻ അതിൽ ഉണ്ടാകണം. മറ്റൊന്ന്, the bet money should come out of the pockets of the parties themselves. അവിടെ ഏർപ്പെടുന്ന, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ വേജറിങ് എഗ്രിമെന്റിൽ ഏർപ്പെടുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കണം ഇതിന്റെ ബെറ്റ് മണി വരുന്നത്, അല്ലെങ്കിൽ കൺസിഡറേഷൻ വരുന്നത് ഇതിൽ ഏർപ്പെടുന്ന ആളുകൾ തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്.
ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അടിസ്ഥാനപ്പെടുത്തി വരുന്ന എഗ്രിമെന്റുകളെ നമുക്ക് വേജറിംഗ് എഗ്രിമെന്റുകൾ എന്ന് പറയാൻ കഴിയും. അപ്പോൾ ഇതാണ് വേജർ എഗ്രിമെന്റിന്റെ വിവിധങ്ങളായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയാൻ കഴിയും. ഇതിന്റെ ഇഫക്റ്റ് എന്താണ്? വേജറിംഗ് എഗ്രിമെന്റുകളിൽ ഏർപ്പെടുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 30, എഗ്രിമെന്റ് ബൈ വേ ഓഫ് വേജർ ഇസ് വോയിഡ്. വേജറിംഗ് എഗ്രിമെന്റുകളെല്ലാം തന്നെ വോയിഡ് ആണ്, വോയിഡ് അബിൻഷോ ആണ് എന്ന് പറയാൻ കഴിയും. മറ്റൊന്ന്, ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ദ വേജറിംഗ് എഗ്രിമെന്റ്സ് ഹാവ് ബീൻ ഡിക്ലെയർഡ് ടു ബി ഇല്ലീഗൽ. വോയിഡ് എന്ന് മാത്രമല്ല, അതിനെ ഇല്ലീഗലായിട്ടും അല്ലെങ്കിൽ ലീഗലി തന്നെ അതിനെ നിയമപരമായിട്ട് നിരോധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഫോർബിഡൻ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ വോയിഡ് എന്ന് മാത്രമല്ല, അത് ബാൻഡുമാണ് ഇത്തരം സ്റ്റേറ്റുകളിൽ. നോ സ്യൂട്ട് ക്യാൻ ബി ബ്രോട്ട് ഫോർ റിക്കവറിങ് എനിത്തിങ് വിച്ച് ഇസ് വൺ ഇൻ എനി വേജർ. നമുക്കൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അതിന്റെ ഭാഗമായ ഒരു വിജയമുണ്ടായി. അപ്പോൾ നമുക്ക് തീർച്ചയായും ആ ബെറ്റ് മണി കിട്ടാനുള്ള അർഹതയുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മളുടെ ഒപ്പോണന്റ് ആയിട്ടുള്ള വ്യക്തി ആ ബെറ്റ് മണി നമുക്ക് തിരിച്ചു തരുന്നില്ല എന്ന് വിചാരിക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ അത് റിക്കവർ ചെയ്യാനായിട്ട് നമുക്കൊരു തരത്തിലുള്ള നിയമപരമായ നടപടികളും എടുക്കാനായിട്ട് കഴിയില്ല. ബിക്കോസ് ദ എൻറ്റയർ ട്രാൻസാക്ഷൻ ഓർ ദി എഗ്രിമെന്റ് ഇറ്റ്സെൽഫ് ഈസ് വോയിഡ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള നിയമപരമായ നടപടിയും നമുക്ക് എടുക്കാനായിട്ട് കഴിയുകയില്ല. Transactions which are collateral to wagering agreement are not void in India except in the states of Maharashtra and Gujarat. ഇവിടെ നമ്മൾ പറഞ്ഞു മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഇത് ഓൾറെഡി തന്നെ ബാൻഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള വരുമാനം കൊണ്ടോ കൺസിഡറേഷൻ കൊണ്ടോ മറ്റ് കോൺട്രാക്റ്റുകൾ നമ്മൾ ഏർപ്പെടുക, കൊളാറ്ററൽ ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ നാം ഏർപ്പെടുകയാണെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള ഇൻവാലിഡേഷനും ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ വോയിഡ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഇതിൽ നിന്നുണ്ടാകുന്ന വരുമാനം കൊണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള കൊളാറ്ററൽ എഗ്രിമെന്റുകളിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ വോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്കിതിന്റെ എഫക്റ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ പ്രധാനമായും വേജറിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേജറിങ് ഒരു തരത്തിലുള്ള സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് അല്ല. ഒരു വ്യക്തി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല, അവർക്ക് യാതൊരു കൺട്രോളും ഇല്ല, അവരുടെ ഒരു എഫേർട്ടും അവരതിൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റുകൾ ഇത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാതെ അതിനെ നിയമപരമായിട്ട് നിരോധിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അൺസർട്ടൺ ഇവന്റുകൾ എന്താണെന്നും മറ്റൊന്ന് വേജറിങ് എഗ്രിമെന്റ്സ് എന്താണെന്നും അതിന്റെ ഇഫക്റ്റുകളും അതിന്റെ എസെൻഷ്യൽസും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തുടർന്ന് വരുന്ന സെഷൻസിൽ നമ്മൾ ദർ ആർ സം എക്സെപ്ഷൻസ് ടു ദ വേജറിങ് എഗ്രിമെന്റ്. ചില എഗ്രിമെന്റുകളെ നമ്മൾ വേജറിങ് എഗ്രിമെന്റുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേജറിങ് എഗ്രിമെന്റും ഇൻഷുറൻസ് കോൺട്രാക്റ്റിലുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇമ്പോസിബിൾ ഇവന്റിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ദെൻ റെസിപ്രോക്കൽ പ്രോമിസസ് ടു ഡു തിങ്സ് ലീഗൽ ആൻഡ് ഓൾസോ അതർ തിങ്സ് ഇല്ലീഗൽ. ഈ രണ്ട് കാര്യങ്ങളെയും സംബന്ധിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. തുടർന്ന് വരുന്ന സെഷനിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So thank you for watching. If you like this video, please click like, share, comment your doubts regarding the video and subscribe the channel. Thank you for watching. Keep watching with other sessions also. Thank you so much.